നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ 5-6 മാങ്ങയാണിത് കേട്ടോ. അത് ഞാനൊന്ന് അരിഞ്ഞ് അങ്ങോട്ട് വെറും ഉപ്പിനകത്തിട്ട് ഇച്ചിരി മുളകും ഒക്കെ ഇട്ട് ഉപ്പുമാങ്ങയായിട്ട് എടുക്കാനായിട്ട് വെച്ചേക്കുവാണേ. ആ മാങ്ങയെ ഇങ്ങനെ നടുവേ പൂളിയെടുത്തിട്ട് നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ കൊച്ചായിട്ട് അരിഞ്ഞ് നമ്മൾ അതിന് വെള്ളമൊക്കെ തിളപ്പിച്ച് ഉപ്പ് വിട്ട് അതിനകത്തോട്ടിട്ടിട്ട് പിന്നെ നമ്മൾ കാന്താരിയോ അല്ലെ പച്ചമുളകോ ചേർക്കുക ചെയ്യുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കടുക് വറുത്ത് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കാം. ഇത് പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ എടുക്കാൻ നമുക്ക് ഉപ്പും മാങ്ങയായിട്ട് കഴിക്കാൻ നല്ലതാണ്. നമ്മൾ നല്ല ചമ്മന്തി വല്ലതും അരയ്ക്കണമെങ്കിൽ അതിൽ നിന്ന് 2 പീസ് എടുത്ത് അതിനും എടുക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് നമ്മുടെ മാങ്ങയാണ്. ഇത് നന്നായിട്ട് അരിഞ്ഞ് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുണ്ട് ഈ കനത്തിലാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. ഇതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല. നന്നായിട്ട് കഴുകി ഇതിനെ അരിഞ്ഞ് ഇതാണെങ്കിൽ വെള്ളവും ഉപ്പും കൂടെ നന്നായിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഇട്ട് വെക്കും. ആറിയ വെള്ളമായത്. ഇതിനെ മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി എടുത്ത മാങ്ങയാണ്. അപ്പം നമ്മൾ ഈ ഉപ്പിനകത്തോട്ട് ഇട്ടിട്ട് ഇതിന് നമുക്ക് കാന്താരിയൊക്കെ ഇടണം. കാന്താരിയൊക്കെ ഇനി കിട്ടണം. എനിക്ക് നമുക്കിവിടെ ഇല്ല. എവിടുന്നേലും കിട്ടുമ്പോൾ ഇടാനാ. ഇങ്ങനെ ഈ ഉപ്പിനകത്തിട്ടിട്ട് നമ്മളിതിനകത്തോട്ടുണ്ടല്ലോ ഇത് പൂക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പച്ച ഉലുവയായത്. നമ്മൾ ഒരു കയ്യിലെ ഉലുവ ഇതിൻ്റെ മണ്ടയ്ക്കകത്ത് ഇടുക കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇത് 1 കൊല്ലം ഇരുന്നാലും 2 കൊല്ലം ഇരുന്നാലും നല്ല തെളിഞ്ഞ വെള്ളവും പിന്നെ ആയിരിക്കും. ഇത് പൂക്കത്തുമില്ല.